ഹായ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒന്ന് തൃശ്ശൂർ വരെ പോവാണ്. വേറെ എവിടെയല്ല, ഗുരുവായൂർ പോവാണ് ഞാൻ എൻ്റെ അമ്മയുടെയും ചേച്ചിയുടെയും കൂടെ. ഇപ്പോൾ സാറ്റർഡേ ടൈം 5 ആയി. നമ്മളിപ്പോൾ ഇറങ്ങുവാണ്, കാറിനാണ് പോണത്. അവിടെ ഒരു 2 hours എത്തും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. എന്നിട്ട് നമ്മൾ രാവിലെ നിർമ്മാലയം തൊഴാനാണ് പ്ലാൻ. പോവാം. അങ്ങനെ ഈവനിങ് ഒരു 5 ഒക്കെ ആയപ്പോഴേക്കും ഞാനും അമ്മയും ചേച്ചിയും അച്ഛനും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു ഞങ്ങൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സൺസെറ്റ് ഒക്കെ ആയിരുന്നു. എൻ്റെ കഷ്ടകാലം എന്ന് പറയാലോ, ഒന്ന് ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു. 2-2.5 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് ഞാൻ 4.5 മണിക്കൂർ എടുത്താണ് എത്തിയത്. കാരണം ഹൈവേയിൽ എന്തോ പണിയൊക്കെ നടക്കുമായിരുന്നു. അങ്ങനെ വേറെ റൂട്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു സമയമായപ്പോൾ ഞങ്ങളുടെ സ്റ്റേ എടുത്ത ഹോട്ടലിലെത്തി, വിച്ച് ഈസ് സ്റ്റെർലിംഗ് ഗുരുവായൂർ എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് റൂം കീ ഒക്കെ കിട്ടി. ഞങ്ങൾ റൂമിലേക്ക് പോകുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് എനിക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. കാരണം ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ഡ്രൈവായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ ഉറങ്ങിയിട്ടുമില്ല. കാരണം ഞാൻ എൻ്റെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നിട്ട് ഉറങ്ങിയില്ല. അങ്ങനെ ഒട്ടും ഉറങ്ങാത്തൊരു ദിവസമായിരുന്നു. റൂം ഇഷ്ടപ്പെട്ടോ? അടിപൊളി, നല്ല സൂപ്പർ. വലിയ മിറർ. ഒരു നൈസ് ബാത്റൂം ഉണ്ട്. ഞങ്ങളുടെ റൂം ഇതാണ്. നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ. എനിക്ക് റൂമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ റൂമിൽ സ്പെൻഡ് ചെയ്യാൻ ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല. കാരണം ഫുള്ള് റഷായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഭയങ്കര ലേറ്റായിട്ട് എത്തിയതുകൊണ്ട് തന്നെ റൂമിൽ ഇരിക്കാനുള്ളൊരു ടൈം സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. വന്നു, നമ്മൾ കുളിച്ചിട്ടൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമ്മൾ നേരെ ഫ്രഷ്നപ്പൊക്കെ ആയിട്ട് ഡിന്നർ കഴിക്കാൻ പോയി. നമ്മൾ ഈ ഒരു ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് പോയത്. അവിടെ വെജ് ബൂഫേ ആയിരുന്നു. നമുക്കും വെജ് മതിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് നമ്മുടെ ആ ഒരു ബൊഫേ ആക്ച്വലി നല്ലൊരു സ്പ്രെഡ് തന്നെയായിരുന്നു കേട്ടോ. നൂഡിൽസ്, പാസ്ത, പനീർ, ചപ്പാത്തി, പൊറോട്ട, അങ്ങനെ വെജിൻ്റെ ഏകദേശം എല്ലാ ടൈപ്പ് ഓഫ് ഡിഷസും ഉണ്ടായിരുന്നു കേട്ടോ. ആൻഡ് എവറിത്തിങ് വാസ് പ്രിറ്റി ഗുഡ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ആക്ച്വലി നമ്മൾ ബുഫേ ക്ലോസ് ചെയ്യാറായ ആ ഒരു ടൈമിലാണ് കേട്ടോ ചെന്നത്. അതുകൊണ്ടാണ് ഇവിടെ മൊത്തം ഇങ്ങനെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നത്. ഏകദേശം എല്ലാം ക്ലോസ് ആവാറായിരുന്നു. എന്നാൽ നമ്മൾ ക്ലോസ് ആവുന്നതിന് മുന്നേ വേഗം അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ. ദാറ്റ് വാസ് പൊട്ടറ്റോ ഫ്രൈ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അവിടുത്തെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറിനെ ഹാപ്പിയാക്കി. ആൻഡ് നെക്സ്റ്റ് ഡെസേർട്ട് ഇല്ലാണ്ട് എങ്ങനെ നമ്മൾ എൻഡ് ചെയ്യും അല്ലേ? അപ്പോൾ ഡെസേർട്ടായിട്ട് നമുക്ക് സേമിയ പായസം ആയിരുന്നു. ആൻഡ് ദാറ്റ് വാസ് വെരി ടേസ്റ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ആൻഡ് ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ റിസപ്ഷനാണ് കേട്ടോ. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു ഓട്ടോയൊക്കെ വിളിച്ച് നമുക്ക് അവർ തന്നെ ഓട്ടോ പിക്ക് ചെയ്ത് തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോയി. ആൻഡ് ഫൈനലി ഗുരുവായൂരെത്തി. ആൻഡ് ദ മൊമെൻറ്റ് ഐ ഗോട്ട് ദെയർ, സത്യം പറയാതെ ഒരു ഭയങ്കര ഒരു പ്രത്യേക ഓറ തന്നെ ഫീൽ ചെയ്തു കേട്ടോ ഞങ്ങൾക്ക്. പിന്നെ ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ്, അത്ര തിരക്കായിരുന്നു അമ്പലത്തിൽ. ഞങ്ങൾ അമ്പലത്തിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടോ. കുറേ നേരം അതിലേക്കൂടെ നടക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾക്ക് ആക്ച്വലി തിരിച്ച് റൂമിലേക്ക് പോകാൻ തോന്നണേ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഇങ്ങനെ ഓരോരോ ഓഡിറ്റോറിയത്തിൽ ഓരോരോ ഇങ്ങനെ കലാപരിപാടികളും ഡാൻസും അങ്ങനെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആൻഡ് ദിസ് വാസ് വെരി 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 ബ്യൂട്ടിഫുൾ. ഞാനത് കുറേ നേരം അവിടെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിന്നിട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് രാവിലെ കുളിച്ച് റെഡിയായി അമ്പലത്തിൽ തൊഴാനുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങളൊരു 11 മണി 11:30 ആയപ്പോഴേക്കും തിരിച്ച് റൂമിലേക്ക് എത്തി. അങ്ങനെ രാത്രി ഒരു 12 ആയപ്പോഴേക്കും കിടന്നുറങ്ങി. യെസ്, ഗുഡ് മോർണിംഗ്. ദിസ് ഈസ് അറൗണ്ട് ഐ തിങ്ക് ഒരു 2:30 ആ ഒരു ടൈം ആയിട്ടുണ്ടാവും കേട്ടോ. ഞങ്ങൾ 3 പേരും ഹാർഡ്ലി ഒരു 2 hours ഉറങ്ങിയിട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേഗം കുളിച്ച് റെഡി ആവുകയാണ്. എനിക്ക് നല്ലോണം ഒരുങ്ങി പോകണം എന്നൊക്കെ ആയിരുന്നു. കാരണം ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഗുരുവായൂർ വരുന്നത്. എനിക്ക് അത്ര ഒരുങ്ങാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യമൊക്കെ ഞാൻ ഒരുങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ റെഡിയായി. ഞാൻ വിചാരിച്ചപ്പോൾ എനിക്ക് റെഡി ആവാൻ പറ്റില്ല. വിചാരിച്ചതുപോലെ റെഡി ആവാൻ ഒട്ടും പറ്റിയിട്ടില്ല. ബട്ട് സ്റ്റിൽ എന്തൊക്കെ തട്ടിക്കൂട്ടി ഞാൻ സാരി കൊടുത്ത് ഒപ്പിച്ചു. അമ്പലത്തിൽ പോവാണ്. ഫോണൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ലെറ്റ്സ് സീ. അങ്ങനെ ഞാൻ എൻ്റെ പുതുപുത്തൻ സാരിയൊക്കെ കൊടുത്ത് ഗുരുവായൂരപ്പനെ കാണാൻ പോവാണ്. ആസ് ഐ സെഡ്, ഫോൺ എടുത്തില്ല. അങ്ങനെ അമ്പലത്തിൽ ഒരു 5-6 മണിക്കൂർ ക്യൂ ഒക്കെ നിന്ന് തൊഴുത് ക്ഷീണിച്ചിരിക്കുന്ന എന്നെയാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ഒന്നും കഴിക്കാണ്ട് ഒട്ടും ഉറങ്ങാണ്ടൊക്കെയാണ് പോയത്. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടാവുമല്ലോ. പിന്നെ പൊരിഞ്ഞ വെയിലത്ത് കുറേ നേരം നിൽക്കുകയും ചെയ്തു ക്യൂവിൽ. പിന്നെ ഞങ്ങൾ നേരെ ഹോട്ടലിൽ വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടോ.
ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ദോശ അങ്ങനെ ഒരുപാട് സ്പ്രെഡൊക്കെ ഉണ്ടായിരുന്നു. കിഡിലനായിരുന്നു. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഡിന്നറിനേക്കാളും ഇഷ്ടമായത്. അങ്ങനെ നമ്മൾ ഇനി ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. കാരണം നമ്മുടെ ചെക്കൗട്ട് ടൈം 11 ആയിരുന്നു. ചെക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാറ് ഹോട്ടലിൽ തന്നെ ഇട്ടിട്ട് ഞങ്ങൾ ഒന്നും കൂടെ ഗുരുവായൂർ പോയി. കാരണം നമ്മൾ ഡേ ടൈമിൽ ആ ഒരു ഗുരുവായൂർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. കാരണം ഫുള്ള് ക്യൂയിലായിരുന്നല്ലോ. പിന്നെ ഫോട്ടോസ് ഒന്നും എടുത്തില്ല, ഒന്നും ചെയ്തിരുന്നില്ല. സോ നമ്മൾ തൊഴാൻ പോയ ടൈമിൽ നമ്മൾ പായസത്തിൻ്റെ റെസിപ്റ്റ് മേടിച്ച് വെച്ചായിരുന്നു, ബില്ലൊക്കെ പേ ചെയ്ത്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ വന്നപ്പോഴാണ് പായസമൊക്കെ മേടിച്ചു കേട്ടോ. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ വേണമായിരുന്നു. പിന്നെ അമ്മയുടെയും ചേച്ചിമ്മയുടെയും കുറച്ച് ഫോട്ടോസും അങ്ങനെയൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഇങ്ങനെ അവിടെ സൈഡിലുള്ള കുറേ ഷോപ്സ് ഉണ്ടല്ലോ, അവിടെയൊക്കെ കയറി നമ്മൾ കുറേ കുട്ടി സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ ഗുരുവായൂർ ചെന്നാൽ ഗുരുവായൂർ പപ്പടം, പിന്നെ പലഹാരം, പിന്നെ ഞാൻ കുറച്ച് ഹൽവ ചിപ്സൊക്കെ മേടിച്ചിരുന്നു കേട്ടോ എൻ്റെ ഓഫീസിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം മേടിച്ച് ഞങ്ങൾ തിരിച്ചിപ്പോൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. നമ്മുടെ വണ്ടി അവിടെയാണല്ലോ ഇട്ടേക്കുന്നത്. അപ്പോൾ നേരെ ഹോട്ടലിൽ ചെന്നു, ഒന്ന് വാഷ്റൂമൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഫ്രഷനപ്പൊക്കെ ആയിട്ട് നേരെ നമ്മൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയി കുറച്ചെത്തിയപ്പോഴേക്കും എനിക്ക് ക്ഷീണം തുടങ്ങി. കാരണം 2 ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ വഴിയരികിൽ കരിക്ക് കണ്ടപ്പോൾ നമ്മൾ അവിടെ നിർത്തിയിട്ടോ. പിന്നെ കരിക്ക് കുടിച്ചിട്ടാവാൻ ഈ ഡ്രൈവ് എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ കരിക്കൊക്കെ കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കരിക്കിന്. എനിക്ക് തീരെ വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം ഉറക്കം ശരിയായില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്മയുടെയും ചേച്ചിമ്മയുടെ ഒരു കസിൻ്റെ വീടുണ്ട് ഇവിടെ, സുമാന്തി. അപ്പോൾ സുമാന്തിയുടെ വീട്ടിൽ നമ്മൾ കയറിട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ പാൽപ്പായസമൊക്കെ ഓപ്പൺ ആക്കി എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് ടൈം അവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ കുറച്ച് ടൈം റെസ്റ്റ് എടുത്തതുകൊണ്ടും പിന്നെ കരിക്ക് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടും എനിക്ക് കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെയും ഡൗൺ ആയി. കാരണം ഉറക്കം പിന്നെയും ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പോൾ കരിക്ക് കുടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ കുടിക്കുകയെന്ന് ഓർത്തപ്പോൾ ഷുഗർ കെയിൻ കണ്ടു. എന്നാൽ ശരി, എന്നാൽ ഇനി കരിമ്പാവാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഒട്ടും വയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയൊന്നും ചെയ്തില്ല. പാവ അമ്മ പോയിട്ട് ജ്യൂസൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് എനിക്ക് കാറിൽ കൊണ്ട് തരുമൊക്കെ ചെയ്തിട്ടോ. യെസ്, ഇപ്പോൾ കുറച്ച് എനർജി കിട്ടും. ഇങ്ങനെ വീടെത്തുന്നതിന് മുന്നേ നമ്മൾ നല്ലൊരു ഉടുപ്പി ഭവൻ വെജ് റെസ്റ്റോറൻറ്റിൽ കയറി നല്ല കിഡിലൻ ഗീ റോസ്റ്റും ഫ്രൈഡ് റൈസും പനീർ ബട്ടർ മസാല ഒക്കെ കഴിച്ചു. ഇറ്റ് വാസ് റിയലി എമ്മി. ഞാൻ വെറുതെ പറയണല്ല, നിങ്ങൾ പെരുമ്പാവൂർ വഴി പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഉടുപ്പി ഭവൻ റെസ്റ്റോറൻറ്റിൽ കയറുക. കിഡിലൻ ഗീ റോസ്റ്റും പനീർ ബട്ടർ മസാല ഫ്രൈഡ് റൈസും ഒക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഇനി സ്ട്രേറ്റ് ടു ഹോം. സോ ദാറ്റ് വാസ് എ beautiful divine weekend. So yeah, bye bye.